ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യരാശിയുടെ വിജയം യുദ്ധക്കളത്തിലല്ല കൂട്ടായ്മയിലാണ് എന്ന് UN പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനും വികസനത്തിനും ലോക സംഘടനകളിലെ പരിഷ്കാരങ്ങൾ പ്രധാനമാണെന്നും പരിഷ്കരണമാണ് പ്രസക്തിയുടെ താക്കോലെന്നും UN പറഞ്ഞു. UN രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ സ്ഥിര അംഗത്വം പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത് പറഞ്ഞത്. ഭാവിക്ക് വേണ്ടത് മനുഷ്യ കേന്ദ്രീകൃതമായ സമീപനങ്ങളാണ്. ലോക സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുസ്ഥിര വികസനത്തിലൂടെ ഇന്ത്യ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിയെന്നും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് മനുഷ്യരാശിയുടെ 6/1 ശബ്ദമായി ഞാനിവിടെയുണ്ട്. ഞങ്ങൾ 250 ദശലക്ഷം ആളുകളെ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തി. സുസ്ഥിര വികസനം വിജയിക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു തന്നു. ഈ വിജയ അനുഭവം ഗ്ലോബൽ സൗത്തിനൊപ്പം പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും മോദി പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി സംസാരിച്ചു. ഭീകരവാദം ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയായി തുടരുമ്പോൾ മറുവശത്ത് സൈബർ ബഹിരാകാശ മേഖലകൾ സംഘർഷത്തിന്റെ പുതിയ വേദികളായി ഉയർന്നു വരുന്നു. സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതവും ഉത്തരവാദിത്വവും ഉള്ളതുമായ ഉപയോഗത്തിന് സന്തുലിതമായ നിയന്ത്രണം അനിവാര്യമാണ്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു പാലമാകണം, തടസ്സമായിരിക്കരുത്. ആഗോള നന്മയ്ക്കായി ഇന്ത്യ DPI പങ്കിടാൻ തയ്യാറാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഇതാണ് പ്രതിബദ്ധതയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ത്രിദിന സന്ദർശനത്തിനായി US-ലെത്തിയ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് US പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനത്തെയും സമാധാന സന്ദർശനത്തെയും ബൈഡൻ അഭിനന്ദിച്ചതായി യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഉക്രൈന്റെ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ സെലൻസ്കി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സെലൻസ്കി നന്ദി അറിയിച്ചത്. ഉക്രൈന്റെ ആവശ്യപ്രകാരമായിരുന്നു നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത്. 3 ദിവസത്തെ പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിനിടയിൽ തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് സെലൻസ്കിയെ കണ്ടത്. 1 മാസത്തിനുള്ളിൽ നരേന്ദ്രമോദിയും സെലൻസ്കിയും തമ്മിൽ കാണുന്ന 2ാമത്തെ കൂടിക്കാഴ്ച കൂടിയാണിത്. നമ്മുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും പ്രധാനമന്ത്രി മോദി നൽകിയ വ്യക്തമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. സംഘർഷത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലപാട് ഊന്നി പറഞ്ഞുകൊണ്ട് സെലൻസ്കി എക്സിൽ കുറിച്ചു. സംഘർഷം പരിഹരിക്കാനും യുദ്ധമേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ പിന്തുണ നരേന്ദ്രമോദി ആവർത്തിച്ചു. സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഫോട്ടോകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഉക്രൈൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉക്രൈൻ സംഘർഷം പരിഹരിച്ച് സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നു എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതോടെ ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിന് ഉടൻ തന്നെ സ്ഥിര അംഗത്വം നൽകണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. പുരോഗതി നേടുന്ന രാജ്യങ്ങളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര സംഘടനകളിൽ അനിവാര്യമാണ്. 1945 ലോകമല്ല നിലനിൽക്കുന്നതെന്നും നാളേക്കുള്ള ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര അംഗത്വം നൽകണമെന്ന് കാലങ്ങളായി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്ക് സ്ഥിര അംഗത്വം നൽകുന്നതിനുള്ള ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിവെക്കുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാണിച്ചു. അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിര അംഗത്വം 3 രാജ്യങ്ങൾക്ക് നൽകണമെന്നും അദ്ദേഹം UN ഫ്യൂച്ചർ സമ്മിറ്റിൽ പറഞ്ഞു. അതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 2 പുരോഗതി കൈവരിക്കുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ മാറി വരുന്ന ഒരു സീറ്റും ഉറപ്പാക്കണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും കരീബിയൻ രാജ്യങ്ങൾക്കും സ്ഥിര അംഗത്വം ഉറപ്പാക്കണമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. 1945 UN രൂപീകരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇന്ന്. മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് ഉൾക്കൊണ്ട് മാറ്റങ്ങൾക്ക് നമ്മളും തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് ആ യുദ്ധത്തെ കുറിച്ച് മാത്രമായിരുന്നില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധം 1 വർഷം തികയാൻ പോകുന്നു. അതുപോലെ ഇപ്പോഴിതാ ഇസ്രായേൽ ലെബനൻ തമ്മിലുള്ള യുദ്ധം. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് ഇന്ത്യക്ക് സമാധാനമാണ് താല്പര്യമെന്ന്. ഇസ്രായേലിനാണ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചത്. ലെബനനിൽ സമ്പൂർണമായ അധിനിവേശത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതോടുകൂടി യുദ്ധഭീതിയിലാണ് ലോകം. ഇന്ത്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചൊപ്പമുണ്ട്. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് പ്രഖ്യാപിച്ച US ഉടനെ തന്നെ ലെബനൻ വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പൗരന്മാരോട്. US-ന്റെ 40,000 സൈനികരും
യുദ്ധക്കപ്പലുകൾ മേഖലയിൽ ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. തിങ്കളാഴ്ച മുതലുള്ള ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ തെക്കൻ ലെബനനിൽ മരണം 558 കഴിഞ്ഞു. 50 കുട്ടികളും 94 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. 1835 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100 കണക്കിന് ഹിസ്ബുള്ള കേന്ദ്രങ്ങളും അവരുടെ ക്രൂസ് മിസൈലുകളും തകർന്നു. ആയിരക്കണക്കിന് ആളുകൾ കൂട്ടപലായനം തുടങ്ങിയതോടുകൂടി റോഡുകൾ സ്തംഭിച്ചു. 1990 ആഭ്യന്തര യുദ്ധം അവസാനിച്ച ശേഷം ലെബനനിൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു തിങ്കളാഴ്ച. ഇന്നും ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം വ്യോമാക്രമണങ്ങളിലൂടെ ഭീതി സൃഷ്ടിക്കുന്നു. ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് തലവൻ അടക്കം മുതിർന്ന കമാൻഡർമാരെ തെരഞ്ഞുപിടിച്ച് ടാർജറ്റഡ് സ്ട്രൈക്കുകളും നടത്തി. ഹമാസ് കമാൻഡറായ മഹ്മൂദ് അൽ നദാറും തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ടു എന്നറിയുന്നു. വടക്കൻ ഇസ്രായേലിലെ സ്കൂളുകൾ അടച്ചു. അന്താരാഷ്ട്ര എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയും ഒറ്റയ്ക്കിരിക്കില്ല എന്ന് ഇറാൻ ഇതിനിടയിൽ വ്യക്തമാക്കി. ഹിസ്ബുള്ളയോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. സംഘർഷം നിർത്തണമെന്ന് ഈജിപ്തും തുർക്കിയും ഗ്രീസും തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും ഞങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് എന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചു. മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലെബനനിൽ വീണ്ടും ഇസ്രായേൽ കയറിയടിക്കുന്നു. ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണമാണ് ലെബനനിൽ തുടരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 600 കഴിഞ്ഞു. 2000-ഓളം പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിട്ടുന്ന അപ്ഡേറ്റുകളാണ് ഈ പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് കൂട്ടപലായനം നടത്തി. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചു. അതിനിടയിൽ ബെയ്റൂട്ടിലേക്കുള്ള വിമാനങ്ങൾ വിവിധ രാജ്യങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത്. ഗൾഫ് എയർലൈൻസ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് ഈ സർവീസുകളൊക്കെ റദ്ദാക്കി. ഗൾഫ് എയർലൈൻസുകളൊന്നും ഇപ്പോഴില്ല. എമിറേറ്റ്സുകൾ. ലെബനനിലുള്ള പൗരന്മാരോട് രാജ്യം വിടാൻ അമേരിക്ക നിർദ്ദേശിച്ചു. അതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യുനിസെഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ വ്യോമാക്രമണം അതിശക്തമായി ഇസ്രായേൽ തുടരുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങൾ നോക്കിയിട്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് അടിച്ചിരിക്കുന്നത്. 1000-ലധികം ആളുകൾ പരിക്കേറ്റു. ഇപ്പൊ കണ്ടില്ലേ, 600 ആളുകളാണ് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും. ലെബനീസിന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പരിക്കേറ്റ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള സംവിധാനം അവിടെ ഇല്ല എന്നാണ്. ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം തുടങ്ങിയ യുദ്ധത്തിൽ എന്താണോ ഇസ്രായേൽ ഗാസയോട് ചെയ്തത് അതുപോലെ മറ്റൊരു ഗാസയായി ലെബനൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ട 80,000-ലധികം ഇസ്രായേലി കോളുകളാണ് രാജ്യത്തിന് ലഭിച്ചതായിട്ട് ലെബനീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം കോളുകൾ നാശവും അരാജകത്വവും ഉണ്ടാക്കാനുള്ള മാനസിക യുദ്ധമാണ് എന്നാണ് ടെലികോം കമ്പനിയായ ഒഗെറയുടെ തലവൻ ഇമാദ് ക്രീഡി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത്. എന്തിനാ ഇത്രയും സന്ദേശം നൽകുന്നത്? അവിടുന്ന് മാറാനാ. സാധാരണക്കാരോട് മാറാൻ പറയുകയാണ്, ജീവൻ അപായപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. അരമണിക്കൂറിനുള്ളിൽ 300-ലധികം വ്യോമാക്രമണങ്ങൾ ലെബനനിൽ ഇസ്രായേലി സൈന്യം നടത്തി. അതിനു മുമ്പ് തന്നെ ഇവർക്ക് അലേർട്ട് നൽകിയിട്ടുണ്ട്. എന്തിനാ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത്? ഇസ്രായേലിന്റെ കഴിവും മികവും ഒന്നും അറിയത്തില്ലായിരുന്നോ? നിങ്ങൾ അങ്ങോട്ട് കയറി ചൊറിയും തിരിച്ചവര് വന്ന് മാന്തി പൊളിക്കുമെന്ന് അറിയത്തില്ലായിരുന്നോ? വടക്കൻ ഇസ്രായേലിലെ 3 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയും പ്രത്യാക്രമണം നടത്തി. അവരുടെ കഴിവും മികവും കൊണ്ടാണ് ആളപായമൊന്നുമില്ലാതെ അവരതിനെയൊക്കെ നിഷ്പ്രഭമാക്കിയത്. ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തെക്കൻ ലെബനൻ ഗ്രാമമായ സൗത്താർ, ബെക്ക താഴ്വര, പുരാതന നഗരമായ ബാൽബെക്ക് ഇവിടങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തെക്കൻ ലെബനനിലെ 17 ഗ്രാമങ്ങളും പട്ടണങ്ങളും കാണിക്കുന്ന ഭൂപടം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇവരിൽ ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള സൈനിക ആവശ്യങ്ങൾക്കായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിലും പരിസരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ലെബനൻ ഗ്രാമങ്ങളിലെ സാധാരണക്കാർ അവരുടെ സുരക്ഷയ്ക്കായി അവിടെ നിന്ന് തന്നെ അപകടത്തിൽ മാറണം, അവിടെ നിൽക്കരുത്. ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പൊ സ്വന്തം ജനതയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാ? ലെബനനാണ്. എന്തേ ഇസ്രായേലിൽ നിന്ന് ഇത്തരം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? ഇസ്രായേൽ ആദ്യം ടണലുകൾ ഉണ്ടാക്കി ആ രാജ്യത്തുള്ള ജനങ്ങളെ സുരക്ഷിതരാക്കുന്നു. ഇവരെന്താ ചെയ്യുന്നത്? ഹമാസ് ഭീകരർ പോയി ഈജിപ്തിലും തുർക്കിയിലും ഒക്കെ പോയി ഒളിച്ചിരുന്നത് പോലെ, ഖത്തറിൽ പോയി ഒളിച്ചിരുന്നിട്ട് യുദ്ധം ചെയ്തതുപോലെ ലെബനൻ ഹിസ്ബുള്ള ഭീകരരും ഇറാനിൽ പോയിരുന്നിട്ട് യുദ്ധം ചെയ്യാം.
സാധാരണക്കാരെ കവചങ്ങളാക്കിയിട്ട് ഈ തന്ത്രം ഇനി ഇസ്രായേലിനോട് നടപ്പില്ല. നന്ദി.